ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ ഓഫ് 2 കമ്പനീസ്, 2 കമ്പനികളുടെ കാര്യം പറയുന്നുണ്ട്. കാൽക്കുലേറ്റ് ദി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാലോ. പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EBIT. ഓക്കെ, EPS നമ്മൾ എങ്ങനെയാണ് കാണുക? EPS കാണാനായിട്ട് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് EAT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയണം? ടാക്സ് റേറ്റ് അറിയണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ടാക്സ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടോ നോക്കുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. സെയിൽസ് 25 lakh 30 lakh. നമുക്ക് 2 കമ്പനികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ AB എന്ന് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സെയിൽസ് 25 lakh 30 lakh. വാരിയബിൾ കോസ്റ്റ് 40% ഓഫ് സെയിൽസ്. അപ്പോൾ സെയിൽസ് എത്രയാണ്? 25 lakh ആണ്. അതിൻ്റെ 40%. 25 lakh ഇൻറ്റു 40% ആണ് ഏത്? വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെയും അതേപോലെ തന്നെ 30 lakh ഇൻറ്റു 40%, അതാണ് വാരിയബിൾ കോസ്റ്റ്. ദെൻ ഫിക്സഡ് കോസ്റ്റ് 5,50,000, 3,50,000. ഇൻട്രസ്റ്റ് 1,25,000, 1,60,000. എന്ത് നമുക്ക് തന്നിട്ടില്ല? ടാക്സ് റേറ്റ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, നമ്മുടെ അടുത്ത ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഏതിലും യൂസ് ചെയ്യുക? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഈ കേസിലും നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിലാണ് നമ്മൾ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ടാക്സ് റേറ്റ് തന്നാലാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാണാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ഇക്വേഷൻ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EBIT ആണ്. അപ്പോൾ EPS കാണണമെങ്കിൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ്. ടാക്സ് റേറ്റ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ തന്നെയാണ് ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുക. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? EBIT ഡിവൈഡഡ് ബൈ EBT. ഓക്കെ, ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൽ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷനാണ് EBIT, ദാറ്റ് ഈസ് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ EBT. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? EBIT കണ്ടുപിടിക്കണം, EBTയും കണ്ടുപിടിക്കണം. പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടി ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. ആദ്യം നമുക്ക് സെയിൽസ് ഉണ്ടാവും. സെയിൽസ് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? EBIT എന്ന് പറയുന്നത്. ഓക്കെ, ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമ്മളിതിനെ പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് നമ്മളിതിനെ പറയാറുണ്ട്. ഓക്കെ, ദെൻ EBIT നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, അത് മൈനസ് ചെയ്യുക. അപ്പോൾ EBITയിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് EBIT മൈനസ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് EBT എന്ന് പറയുന്നത്, ഏണിങ്സ് ബിഫോർ ടാക്സ്. അപ്പം നമുക്ക് EBIT എന്താണെന്നും കിട്ടും, EBT എന്താണെന്നും കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ EBT. ഓക്കെ, ന്യൂമറേറ്റർ ആയിട്ട് EBITയും ഡിനോമിനേറ്റർ ആയിട്ട് EBTയും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ തന്നിട്ടുണ്ട് സെയിൽസ് എന്ന് പറയുന്നത് 25 lakh ആണ്. AB നമുക്ക് 2 കമ്പനികൾ പറയുന്നുണ്ട്. ഓക്കെ, 25 lakhും 30 lakhും നമുക്ക് ഒരുമിച്ച് എഴുതാം. പിന്നെ അതിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യണതാണ് ഈ സെയിൽസിൻ്റെ 40%. ഓക്കെ, സെയിൽസിൻ്റെ 40% എന്ന് പറയുമ്പോൾ 10 lakh. ദെൻ 30 lakhിൻ്റെ 40% എന്ന് പറയുമ്പോൾ 12 lakh. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടിയത് സെയിൽസിന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ ഫസ്റ്റത്തെ കേസിൽ 50 lakhും ദെൻ 18 lakhും നമുക്ക് കിട്ടും. അത് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക. 5,50,000ഉം 3,50,000 ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് EBIT. ഓക്കെ, EBIT എന്ന് പറയുന്നതാണ് 9,50,000ഉം 14,50,000. ഓക്കെ, അപ്പോൾ നമ്മളതിന് എന്ത് മൈനസ് ചെയ്യണം? ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക. ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് EBT. നമ്മുടെ പ്രോഡക്റ്റിന് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 1,25,000ഉം 1,60,000. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതാണ് ഏണിങ്സ് ബിഫോർ ടാക്സ്. കാരണം നമുക്കൊരു ടാക്സ് റേറ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ EBT കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? EBITയും കിട്ടി, EBTയും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് കാണാം? ഫിനാൻഷ്യൽ ലിവറേജ് കാണാം. ഓക്കെ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ സെയിം ഇക്വേഷൻ തന്നെ വരും. 9,50,000 ഡിവൈഡഡ് ബൈ 8,25,000. ദെൻ ഈ കേസിലാണെങ്കിൽ 14,50,000 ഡിവൈഡഡ് ബൈ 12,90,000. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടും. ഓക്കെ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. EBIT ഡിവൈഡഡ് ബൈ EBT.
ഓക്കെ, നമുക്ക് രണ്ട് കമ്പനി ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇത് ഫസ്റ്റത്തിൻ്റെ കേസിൽ, ദെൻ സെക്കൻഡ് കമ്പനിയുടെ കേസിൽ 1.12. ഫസ്റ്റ് കേസിലാണെങ്കിൽ 1.15ഉം സെക്കൻഡ് കേസിലാണെങ്കിൽ 1.12. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി കംപ്രൈസസ് 2000 10% debentures of ₹100 and 10,000 equity shares of ₹10 each. Tax rate is 50%. Calculate EPS, financial leverage, degree of financial leverage, and comment on the relative risk position of them if operating profit are 1 lakh and 1,60,000. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2000 10% ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100 ആണ്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ഉണ്ട്. എത്ര ഡിബെഞ്ചേഴ്സ് ഉണ്ട്? 2000 ഡിബെഞ്ചേഴ്സ് 100 വെച്ചിട്ട്. അതേപോലെ ഇക്വിറ്റി ഷെയർസ് എത്രയുണ്ട്? 10,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. എത്ര വെച്ചിട്ടാണുള്ളത്? 10 രൂപ വെച്ചിട്ട്. അതിൻ്റെ ടാക്സ് റേറ്റ് ആണ് 50%. നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? EPS കാണണം, അതേപോലെ ഫിനാൻഷ്യൽ ലിവറേജ് കാണണം, അതേപോലെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, അതേപോലെ റിസ്ക് പൊസിഷൻ അത് നമ്മൾ നോക്കണം. ഇതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT അറ്റ് 2 ലെവൽസ് പറയുന്നുണ്ട്. ഒന്ന് 1 lakhും ഒന്ന് 1,60,000. അപ്പോൾ EBIT നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം EPS കാണാം. EPS എങ്ങനെയാണ് കാണുക? EPSൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. EPS എന്ന് പറയുന്നതാണ് EAT. EPS ഈക്വൽ EAT, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ആണ് ഇവിടെ. ഡിബെഞ്ചേഴ്സും പറയുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് അങ്ങനെ തെറ്റാറുണ്ട്. ഡിബെഞ്ചേഴ്സിൻ്റെയും കൂടി എടുക്കും. പക്ഷേ ഡിബെഞ്ചേഴ്സിന് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പർ മാത്രം നമുക്ക് എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ EPS കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ EBIT 2 ലെവൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് 1 lakh എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ലെവലാണ് 1,60,000. ദെൻ ഈ EBIT നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് 2 lakhൻ്റെ 10%. ഏതിൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക? ഡിബെഞ്ചേഴ്സിൻ്റെ മുകളിൽ. അപ്പോൾ ഡിബെഞ്ചേഴ്സ് എത്രയുണ്ട്? 2000 ഡിബെഞ്ചേഴ്സ് at ₹100 ആണ്. അപ്പോൾ 2000 × 100 അതാണ് 2 lakh. 2 lakh ഡിബെഞ്ചേഴ്സിൻ്റെ മുകളിൽ 10% ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അതാണ് നമുക്ക് 20,000 കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഇൻട്രസ്റ്റ് EBIT മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 80,000ഉം 1,40,000. നമ്മൾ ഇതിന് എന്താണ് പറയുക? ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഓക്കെ, EBT ഏർണിങ്സ് ബിഫോർ ടാക്സ് ആണ് 80,000ഉം 1,40,000. ദെൻ നമുക്ക് അതിൻ്റെ ടാക്സ് റേറ്റ് പറയുന്നുണ്ട് 50% ആണ് എന്നുള്ളത്. അപ്പോൾ ഈ 80,000ൻ്റെ 50%, ദാറ്റ് ഈസ് പകുതി എന്ന് പറയുന്നത് 40,000. അതേപോലെ 1,40,000ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 70,000. നമുക്കത് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. ടാക്സ് മൈനസ് നമുക്ക് കിട്ടുന്നതാണ് EAT, ദാറ്റ് ഈസ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. നമുക്ക് 40,000 കിട്ടും, 70,000 കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ EPS കാണാം, ദാറ്റ് ഈസ് ഏർണിംഗ് പെർ ഷെയർ. ഏർണിംഗ് പെർ ഷെയർ കാണാൻ നമ്മുടെ ഇക്വേഷനാണ് EAT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇത് പലർക്കും തെറ്റാറുണ്ട്. ഇക്വിറ്റി ഷെയർസ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നതാണ് 40,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 10,000 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് EPS കിട്ടും 4 എന്നുള്ളത്. ഓക്കെ, ദെൻ 1,60,000ൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് EPS എത്ര കിട്ടും? 7 എന്നുള്ളത് കിട്ടും. നമ്മുടെ EAT എന്ന് പറയുന്നത് 70,000 ആണ്. 70,000 ഡിവൈഡഡ് ബൈ 10,000 നമുക്ക് 7 കിട്ടും. ഇതാണ് EPS എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫിനാൻഷ്യൽ ലിവറേജ് കാണണം. ഫിനാൻഷ്യൽ ലിവറേജ് കാണാൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? EBIT ഡിവൈഡഡ് ബൈ EBT. ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, EBIT ഡിവൈഡഡ് ബൈ EBT. EBIT എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 2 ലെവൽസ് എടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. 1 lakhും 1,60,000. EBT ഏർണിങ്സ് ബിഫോർ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 80,000ഉം 1,40,000. നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1.25ഉം 1.14. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടി. അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EBIT. അപ്പോൾ എങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EBIT അതുപോലെ EPSും കാണുക എന്നുള്ളത്? ഓക്കെ, EBIT കാണാനാണെങ്കിൽ ചേഞ്ച് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ലെവൽ. ഓക്കെ, ചേഞ്ച് എത്രയാണ് ചേഞ്ച് വന്നേ നോക്കുക. EBIT ഫസ്റ്റ് എത്രയായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത്? 1 lakh ആണ്. അത് എത്രയായിട്ട് മാറി? 1,60,000 ആയിട്ട് മാറി.
അപ്പോൾ എത്രയാണ് ചേഞ്ച് വന്നത്? 60,000 ആണ് കൂടിയത്. അപ്പോൾ 60,000 ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മുടെ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്? 1 lakh ആണ്. ഓക്കെ, ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EBIT കിട്ടും. ഒക്കെ നോക്കുക നിങ്ങൾ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമ്മളത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ്. ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് ചേഞ്ച് വന്നത്? 1 lakh എന്നുള്ളത് എത്രയായിട്ട് മാറി? നമ്മുടെ EBIT എന്ന് പറയുന്നത് 1 lakh ആയിരുന്നു ഫസ്റ്റ് ലെവലിൽ. അത് സെക്കൻഡ് ലെവലിൽ എത്രയായിട്ട് മാറി? 1,60,000 ആയിട്ട് മാറി. അപ്പോൾ 60,000 ആണ് ചേഞ്ച്. അതാണ് 60,000 നമ്മുടെ എഴുതിയത്. ഡിവൈഡ് ബൈ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ലെവലുള്ള എമൗണ്ട് ആണ് 1 lakh. ദെൻ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60% എന്നുള്ളത് കിട്ടി. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EPS കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. EPS നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. EPS എന്ന് പറയുന്നത് ഏതാണ്? 4ഉം 7ഉം. അപ്പോൾ അതിൽ വന്ന മാറ്റം നോക്കൂ. 4 എന്നുള്ളത് എത്രയായിട്ട് മാറി? 7 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതാണ് ചേഞ്ച്. എത്രയാണ് ചേഞ്ച് ചെയ്തത്? 3. ഓക്കെ, 3 ആണ് ഇവിടെ കൂടിയത്. 4 എന്നുള്ളത് 7 ആയിട്ട് മാറിയില്ല. അപ്പോൾ 3 ആണ് കൂടിയത്. ഏതാണ് ബേസ് ആയിട്ട് വരിക? 4. അപ്പോൾ 3/4 ഇൻറ്റു 100. ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EPS കാണാം എങ്ങനെയാണെന്നുള്ളത്. അതിൽ പറയുന്നുണ്ട് ചേഞ്ച് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ലെവൽ. ഇപ്പോൾ ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞു 4 എന്നുള്ളത് 7 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ ചേഞ്ച് എടുത്തിരിക്കുന്നത് 3/4. ഓക്കെ, 3/4 ഇൻറ്റു 100. നമ്മുടെ ഫസ്റ്റ് ലെവലിൽ 4 എന്നുള്ളത് സെക്കൻഡ് ലെവൽ ആയപ്പോഴേക്കും എത്രയായി? 7 ആയിട്ട് മാറി. അപ്പോൾ അതാണ് 3 ബേസ് എന്ന് പറയുന്നത് 4 ആണ്. ചേഞ്ച് വന്നത് 3 ആണ്. അപ്പോൾ 3/4 ഇൻറ്റു 100 75%. ഞാൻ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിക്ക് അപ്ലൈ ചെയ്തോടെ നമുക്ക് എന്തൊക്കെ കിട്ടി? EPS കിട്ടി, EBITയും കിട്ടി. ഓക്കെ, അപ്പോൾ 75% ഡിവൈഡഡ് ബൈ 60% നമുക്ക് എത്ര കിട്ടും? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് 1.25. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ പ്രത്യേകത, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്, റിസ്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, റിസ്കിനെ പറ്റിയിട്ടുള്ള സജഷൻസ് അല്ലെങ്കിൽ നമ്മൾ റിസ്കിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്? 1.25 ആണ്. 1നേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് കൂടുതലാണ്. ഫിനാൻഷ്യൽ ലിവറേജ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കൂടും? നമ്മുടെ റിസ്ക് പാറ്റേണും കൂടും. അതാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് ആണ്, ഹൈ റിസ്ക് ആണ്. ഓക്കെ, ഹൈ റിസ്ക് ആണ്. ഏത് ലെവലിൽ? 1 lakh ലെവൽ. അതായത് ഫസ്റ്റ് ലെവലിൽ നമുക്ക് ഹൈ റിസ്ക് ആണ്. കാരണം അവിടുത്തെ ഫിനാൻഷ്യൽ ലിവറേജ് 1.25 ആണ്. അത് ഏതിനേക്കാൾ കൂടുതലാണ്? 1.14നേക്കാളും കൂടുതലാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ലെവല് 1 lakhും സെക്കൻഡ് ലെവല് 1,60,000 ആണ്. 1 lakhിൽ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടും 1.25 എന്നുള്ളത്. ദെൻ 1,60,000 നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് 1.14 ആണ്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെവലാണ് റിസ്ക് കൂടുതൽ. കാരണം അവിടെ 1.25 ഉണ്ട്. ഏതിനെ നോക്കുന്ന സമയത്ത്? 1,60,000 ലെവലിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് 1 lakhിൻ്റെ ഫിനാൻഷ്യൽ ലിവറേജ് ആണ് കൂടുതൽ. അപ്പോൾ ഏറ്റവും റിസ്കി ലെവൽ എന്ന് പറയുന്നത് 1 lakh. EBIT 1 lakhിൻ്റെ ലെവലാണ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത്.